ഈ ഫയർ എക്സ്റ്റിങ്വിഷർ പലതരത്തിലുണ്ട്. അതിൻ്റെ ഏതൊക്കെ ടൈപ്പ് ഫയറിനാണ് ഉപയോഗിക്കേണ്ടത് അതിൻ്റെ അനുസരിച്ചിട്ടാണ് ഫയർ എക്സ്റ്റിങ്വിഷറിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് സോളിഡ് ഫയറിന് ഉപയോഗിക്കാൻ പറ്റുന്ന എക്സ്റ്റിങ്വിഷേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ലിക്വിഡ് ഫയറിന് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ സോളിഡിലും ലിക്വിഡിനും കൂടി ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഇതെങ്ങനെ നമുക്ക് തിരിച്ചറിയാമെന്ന് പറഞ്ഞാൽ ഓരോ ഫയർ എക്സ്റ്റിങ്വിഷറിൻ്റെ ഇൻസ്ട്രക്ഷൻ ലേബലിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ABC അല്ലെങ്കിൽ ESF എന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷൻസ് ഉണ്ടാവും. ഇത് നോക്കിയാണ് ഫയർ എക്സ്റ്റിങ്വിഷറിനെ നമുക്ക് പ്രധാനമായിട്ട് തിരിച്ചറിയാൻ പറ്റുന്നത്. ഇപ്പോൾ പല രീതിയിലുള്ള എക്സ്റ്റിങ്വിഷേഴ്സ് ഉണ്ട്. അത് DCP ഡ്രൈ കെമിക്കൽ പൗഡർ എന്നറിയപ്പെടുന്നു, വാട്ടർ ടൈപ്പ് എക്സ്റ്റിങ്വിഷർ ഉണ്ട്, ഫോം ടൈപ്പ് എക്സ്റ്റിങ്വിഷേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ക്ലീൻ ഏജൻറ്റ് എക്സ്റ്റിങ്വിഷേഴ്സ് ഉണ്ട്, CO2 എക്സ്റ്റിങ്വിഷേഴ്സ് ഉണ്ട്, ABC മൾട്ടിപർപ്പസ് എക്സ്റ്റിങ്വിഷർ ഉണ്ട്, അതുപോലെ തന്നെ വാട്ടർ മിസ്റ്റ് എക്സ്റ്റിങ്വിഷർ ഉണ്ട്, ലിഥിയം അയൺ ബാറ്ററി എക്സ്റ്റിങ്വിഷേഴ്സ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിന് എന്താണ് ഇതിന് വേണ്ട സ്പെസിഫിക് റിക്വയർമെൻ്റ് അനുസരിച്ചിട്ടാണ് എക്സ്റ്റിങ്വിഷർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് വെറുതെ ഒരു ഫയർ എക്സ്റ്റിങ്വിഷർ റെക്കമെൻഡ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ക്ലയൻറ്റിൻ്റെ സൈറ്റിൽ പോയിട്ട് അവരുടെ റിക്വയർമെൻറ്റ് സ്റ്റഡി ചെയ്തിട്ട് അവർക്ക് ഇപ്പോഴുള്ളതും ഭാവിയിലോട്ട് വരാൻ പറ്റുന്നതുമായ സകല റിക്വയർമെൻറ്റിനെയും മനസ്സിലാക്കിക്കൊണ്ടിട്ട് അതിനനുസരിച്ചിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള എക്സ്റ്റിങ്വിഷേഴ്സ് അവർക്ക് റെക്കമെൻഡ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്ന ഇത്.